എ റഹീം എം പി കൂടി ടെലിഫോണിൽ. ശ്രീ എ റഹീം, ഇപ്പോൾ ഗവർണർ പരസ്യമായി തന്നെ മന്ത്രിയുടെ നിലപാടിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. ഭാരതാംബ ദേശീയതയുടെ ചിഹ്നമാണ്, ഈ മന്ത്രിമാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള പരസ്യ വിമർശനമാണ്. പഴയ ഗവർണറുടെ പാതയിൽ തന്നെയാണ് പുതിയ ഗവർണറും എന്നുകൂടി കരുതേണ്ടി വരുമോ? അല്ല, അത് കണ്ടു വഴിയെ പറയേണ്ടി വരും. ഭാരതാംബ ദേശീയതയുടെ, ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമാണ് എന്ന് എങ്ങനെയാണ് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു ഗവർണർ പറയുക? ഭാരതാംബ ഇന്ത്യയിലെ RSSകാർ അവരുടെ ശാഖാ പരിപാടികളിലും ശാഖയിലും അവരുടെ പൊതുപരിപാടികളിലും ഒക്കെ വെക്കുന്ന ഈ ഭാരതാംബ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആ ചിത്രം, ഭാരതാംബ എന്ന് പറയുന്നവർ ഉയർത്തി കാണിക്കുന്ന ഒരു ബിംബം, അതാണോ ഭാരതത്തിന്റെ അന്തസ്സത്തയായി കാണിക്കുന്നത്? ഭാരതത്തിന്റെ അന്തസ്സത്ത യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയാണ്, നാനാത്വത്തിൽ ഏകത്വമാണ്. ഈ പറയുന്ന മേപ്പടി ഈ ചൂണ്ടിക്കാണിക്കുന്ന ഭാരതാംബയെ ഭാരതത്തിന്റെ പ്രതീകമായി ഇന്ത്യയുടെ ഏത് ഭരണഘടനാ വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ഭരണഘടന ഏത് ഭാഗമാണ് അങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്നതെന്ന് ബഹുമാനപ്പെട്ട ഗവർണർ വ്യക്തമാക്കേണ്ട ഇറങ്ങണം. ഏത് വെറുതെ വ്യാജമായ ദേശീയതയും ഭാരതീയ സ്നേഹത്തിന്റെയും മുത്തക്കുത്തവകാശം ഞങ്ങൾക്കാണ് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടി RSS അതിന്റെ രൂപീകരണ കാലം മുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചിത്രമാണത്. അല്ലാതെ ഭാരത് പറഞ്ഞ എന്റെ ഗവർണർ കരുതുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ത്യാഗവും അവരുടെ അധ്വാനവുമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യയുടെ സെക്കുലറിസം, ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ബിംബം. ഇതായിപ്പോൾ രാജ്ഭവൻ ഒരു ദൃശ്യം കൂടി, ആ ദൃശ്യവും അല്പസമയത്തിനകം കാണിക്കാമെന്ന് ദൃശ്യം കൂടി പുറത്തുവിടുന്നുണ്ട്. ഭാരതാംബയുടെ ചിത്രത്തിൽ പരിസ്ഥിതി ദിനത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന ഗവർണറുടെ ചിത്രമാണ്. അപ്പോൾ ഗവർണർ എന്ത് സന്ദേശമാണ് നൽകുന്നത്? നേരത്തെയുള്ള നിങ്ങളുടെ രാഷ്ട്രീയ വിമർശനങ്ങൾ അതിന്റെ മുന ഒരിക്കൽ കൂടി രാജ്ഭവന് നേരെ നീട്ടേണ്ടുന്ന സാഹചര്യമാണോ? അത്തരമൊരു സവിശേഷമായ സാഹചര്യം, അത് സമീപകാലത്ത് നമ്മൾ കണ്ടതാണെങ്കിൽ പോലും അത്തരമൊരു സവിശേഷമായ സാഹചര്യം വീണ്ടും രൂപപ്പെടുകയാണോ ശ്രീ എ റഹീം എം പി? ഇല്ല, അങ്ങനെ രൂപപ്പെടുന്നോ ഇല്ല എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഗവർണറും അദ്ദേഹത്തിന്റെ തുടർന്ന് വരുന്ന സമീപനങ്ങളുമാണ്. ഞാൻ ഇപ്പോഴുണ്ടായ പ്രശ്നത്തിലാണ് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് അവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് ഗവർണർ ഭരണഘടനയുടെ വക്താവാകണം, RSSന്റെ വക്താവാകരുത്. രാജ്ഭവൻ RSSന്റെ കാര്യാലയമാകരുത്, അതൊരു ഭരണഘടനാ സ്ഥാപനമാകണം. അത് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരിടമായി ആ ഓഫീസ് മാറണം. അല്ലാതെ RSSന്റെ കാര്യാലയമായി ഓഫീസായി മാറേണ്ടതല്ല, ഭരണഘടനയുടെ കാര്യാലയമായി മാറേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്, RSSന്റെ ബിംബങ്ങളെയല്ല ഒരു ഗവർണർ ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിനെ ശക്തമായി എതിർക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ അപ്പോഴും ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അങ്ങത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നേരത്തെ RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് മുൻ പ്രധാനമന്ത്രിമാരെ ആക്ഷേപിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. അതിനെതിരെ പ്രതിപക്ഷം പ്രതികരിച്ചിട്ടും ചുണ്ടനക്കിയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു നിലപാട് വിശദീകരണം അല്ലെങ്കിൽ ഒരു എതിർപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകാതെ പോയത്? അതുകൊണ്ടല്ലേ അതിന്റെ തുടർച്ച ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യമാണ്. ഇല്ല, അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന് പറയാനുള്ള എന്ത് ധാർമ്മികമായ അവകാശമുള്ളത്? പ്രതിപക്ഷ നേതാവ് മന്ത്രി പി പ്രസാദിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയെയും ഈ നിലപാടിനെയും കണ്ടു പഠിക്കട്ടെ. ഗുരുജി ഗോൾവൽക്കറുടെ മുമ്പിൽ പോയി കൈകൂപ്പി നിന്ന VD സതീശൻ ഒരു വേള ആലോചിക്കണം. അങ്ങനെ ഒരു ചിത്രം, ഭാരതാംബ എന്ന് പറഞ്ഞ RSSന്റെ ഒരു ചിത്രം അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ അതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ മാറുന്ന നിശ്ചയദാർഢ്യത്തിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിലെ മന്ത്രിസഭയും അതിലെ മന്ത്രി ശ്രീ മന്ത്രിമാരും. അത് ഞങ്ങളുടെ ബില്ലാണ്. അതുകൊണ്ട് അവിടെ ഗുരുജി ഗോൾവൽക്കറുടെ മുമ്പിൽ പോയി വിളക്കുമുളത്തിൽ സാഷ്ടാംഗം പ്രണമിച്ച തൊഴുതു എന്ന VD സതീശൻ ഇത് കണ്ടു പലവിധമായ വിവാദങ്ങളും നേരത്തെ നമ്മൾ സജീവമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു പുതിയ സംഭവമല്ലേ? പുതിയ ഗവർണർ വരുന്നു. നേരത്തെയുള്ള ഗവർണറും സർക്കാരും തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടലായിരുന്നു. പുതിയ ഗവർണർ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നു. പിന്നാലെ ഗുരുമൂർത്തിയെ അവിടെ പ്രധാനപ്പെട്ട അതിഥിയായി എത്തിച്ച് പരിപാടി നടക്കുന്നു. ആ പരിപാടിക്കെതിരെ വിമർശനം ഉയരുന്നു. ആ വിമർശനത്തിൽ എന്തുകൊണ്ട് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ല എന്നതാണ് ചോദ്യം. മാത്രമല്ല, ഗവർണറെ ഭയപ്പെടുകയാണ്. ഭയപ്പെട്ട് മുന്നോട്ട് പോകേണ്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിലെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഗുരുമൂർത്തി പങ്കെടുത്ത പരിപാടിയിൽ ഒരു വിമർശന സ്വരം അന്നേ ഉന്നയിക്കേണ്ടതായിരുന്നില്ലേ? അല്ല, അങ്ങനെയല്ല. നിങ്ങളെ കാണേണ്ടത് ആ പരിപാടിയുടെ വിശദാംശങ്ങൾ ഇപ്പൊ എന്റെ മുമ്പിലില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഈ ഗവർണർ
മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നല്ലോ RSSന്റെ പ്രചാരകനായി ഇവിടെ മുഴുവൻ സർവകലാശാലകളെ ആവിഷ്കരിക്കേണ്ടത്. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിന്റെ ആഫീസിൽ നിന്ന് കൊടുത്തുവിടുന്ന കുറുപ്പടിയുടെ കീഴിൽ ഒപ്പിട്ടിട്ടാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്കാരെ ഉൾപ്പെടെ വിവിധ സർവകലാശാലകളിൽ സെനറ്റ് മെമ്പറായി നിയമിച്ചത്. സർവകലാശാലകളെ സംഘപരിവാരവൽക്കരിക്കാൻ നടത്തിയ നീക്കത്തിനെതിരെ ഒരക്ഷരമാകത്ത് പ്രതിപക്ഷ നേതാവ് മുണ്ടിയോ? ഇല്ലല്ലോ. ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ. ഇവിടെ പ്രശ്നം എന്താണ്? താങ്കൾ ചോദിച്ചു ഗവർണറോടുള്ള ഏറ്റുമുട്ടൽ. ഗവർണർ ഒരു ഭരണഘടനാ പദവിയാണ്, സ്ഥാനമാണ്. സംസ്ഥാനം ഭരിക്കുന്ന ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന് ഗവർണറോട് ഏറ്റുമുട്ടുക എന്ന് പറയുന്ന ഒരു പൂർവ്വനിശ്ചിതമായ ഒരു നിലപാടേ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കൊരു ബുദ്ധിയില്ല. ശരിയായ നിലയിൽ ശരിയായ അണ്ടർസ്റ്റാൻഡിൽ അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കണം, പദവി നിർവഹിക്കണം. ശരിയായ അർത്ഥത്തിൽ ഭരണാനുസൃതമായി അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കണമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ A റഹീമിന്റെയും പ്രതികരണം. അതേസമയം പ്രതിപക്ഷം ഗവർണർക്ക് നേരെയും ഒപ്പം അതേസമയം മുഖ്യമന്ത്രിക്ക് നേരെയും ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ. അതിനിടയിലാണ് ഗവർണറുടെ ആദ്യ പ്രതികരണം, വിഷയത്തിലെ ആദ്യത്തെ പരസ്യ പ്രതികരണം മാതൃഭൂമി വേദിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. മന്ത്രിമാർ പങ്കെടുക്കാത്തതിന് ഒറ്റ വിഷയത്തിൽ മാത്രമാണ് പ്രതികരിക്കുന്നത്. ഈ ഒറ്റ വിഷയം കൊണ്ട് ഇതങ്ങ് അവസാനിച്ചു പോകും എന്നുള്ള രീതിയിലാണ് ഇരു കൂട്ടരുടെയും പ്രതികരണം. A റഹീമിന്റെ ആണെങ്കിലും അതെ, ബിനോയ് വിശ്വത്തിന്റെ ആണെങ്കിലും അതെ, പ്രതികരണം ഈ ഒറ്റ വിഷയത്തോടു കൂടി അവിടെ തീരുമാനമാണ്. പക്ഷേ ഗവർണർ വ്യക്തമാക്കുന്നുണ്ട് ഇതോടുകൂടി തീരുന്നില്ല, ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല.